ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സലാലയ്ക്ക് പോയപ്പോൾ ഉണ്ടായ റോഡിലുള്ള ഒരു കാഴ്ചയാണ്. ഇത് കണ്ടില്ലേ, റോഡിൽ ഇങ്ങനെ കാണുന്നത് വൈറ്റ് കളറിലായിട്ട് അത് സാൻഡ് സ്റ്റോം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡിൽ ഇങ്ങനെ പോകുന്ന വഴിയിൽ കോഷനൊക്കെ അവർ തന്നിട്ടുണ്ട്. സാൻഡ് സ്റ്റോം ഉണ്ട്, പതുക്കെ പോകണം എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഏകദേശം 140 ആണ്. തന്നെയും അല്ല, ഇത് 2 വേ റോഡാണ്. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടികൾ പോകുന്നുണ്ട്. നമുക്കത് വളരെ പതുക്കെയും സൂക്ഷ്മതയോടുകൂടി ഓടിച്ചാൽ മാത്രമേ അപകടങ്ങളൊന്നും കൂടാതെ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കണം അവർ ഇടയ്ക്കിടയ്ക്ക് കോഷൻ ബോർഡ് വെച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ പോലീസിൻ്റെ ചെക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നെല്ലാം ഭയങ്കരമായിട്ടും നമുക്ക് ഈ വണ്ടിയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്തോട്ട് എത്തിയപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ട്രക്ക് പോകുന്നുണ്ട്, അതിന് മുമ്പിൽ ഈ വണ്ടിയും പോകുന്ന കാരണമാണ് നമുക്ക് ആ സാൻഡ് സ്റ്റോം അത്ര കണ്ട് നമുക്ക് എഫക്റ്റ് ആവാതിരുന്നത്. അപ്പോൾ ആ വണ്ടി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാറി തന്നാണ് കാണുന്നത്. എല്ലാ വണ്ടിയും ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്, അല്ലാതെ നമുക്കത് ഒട്ടും വിസിബിൾ ആയിരിക്കില്ല മുമ്പിൽ പോകുന്ന വണ്ടിയുമായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് പോകേണ്ടത്. കാര്യം നമ്മൾ പോകുന്ന വഴി സൈഡിലൊക്കെ വേറെ വണ്ടികൾ കത്തിക്കിടക്കുന്നതൊക്കെ കണ്ടു. അപ്പം അത്രമാത്രം അപകടമുള്ള റോഡ് കൂടിയാണ്. തന്നെയുമല്ല, ഈ സാൻഡ് സ്റ്റോമിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ഇതുപോലുള്ള വലിയ വണ്ടികളും പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡബിൾ ട്രക്കറായിട്ടുള്ള വലിയ ട്രക്കാണ് പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണേലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു വലിയൊരു മലമുകളിലോട്ടാണ് വണ്ടി കയറി പോകുന്നത്, ഒരു കുന്നുപോലെയുള്ളൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര അതിമനോഹരമായെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ മഞ്ഞ് മൂടി നിൽക്കുവാണ്. ചെറിയതായിട്ട് ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര രസമായിരുന്നു. ഈ ചൂടത്തുനിന്നും ആ സാൻഡ് സ്റ്റോമിൽ നിന്നും എല്ലാം കയറി ചെല്ലുന്ന ഇങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ്. ഭയങ്കര സൂപ്പറായിരുന്നു അത്. നമുക്കത് ഇങ്ങനെ മനം നിറയ്ക്കുന്ന പോലെയുള്ളൊരു കാഴ്ചയാണ്. കണ്ടില്ലേ, മുഴുക്ക പച്ചപ്പ് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വഴി കണ്ട കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി വീഡിയോസ് ഞാൻ പതിയെ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.